അലീഫ കേൾക്കുന്നുണ്ടോ? Yes. ഷെയർ സ്ക്രീൻ കാണാവോ അലീഫ? ഇല്ല. ഇപ്പോഴോ? കാണുന്നില്ല. Yes. ക്ലാസ് നമ്മൾ എവിടെ നിർത്തിയത്? ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലെ? കേസ് ഓഫ് പറഞ്ഞു. റോങ് കോഡ് അതെല്ലാം. ഓക്കെ. ടു പ്രിന്റ് ദ നമ്പേഴ്സ് 1 to 50 പറഞ്ഞു, ഡിസെൻഡിങ് ഓർഡറിൽ. ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ, ലാർജസ്റ്റ് എമംഗ് n നമ്പേഴ്സ്. ഇത്രയും കണ്ടല്ലേ പറഞ്ഞു നേരത്തെ? ആവറേജ് പറഞ്ഞിരുന്നോ? Yes. ആവറേജ് ഇല്ല. പറഞ്ഞു. ആവറേജ് പറഞ്ഞു. ഓക്കെ, നോക്കാം. ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ടു ഡിറ്റർമൈൻ ദ ആവറേജ് ഏജ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ദ യൂസർ വിൽ സ്റ്റോപ്പ് ഗിവിംഗ് ദ ഇൻപുട്ട് ബൈ ഗിവിംഗ് ദ ഏജ് as 0. ഇവിടെ നമുക്കൊരു കണ്ടീഷനും കൂടെ ഉണ്ട് അല്ലേ? എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ദ ആവറേജ് ഏജ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഫസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഗിവൺ ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ ആവറേജ് ഏജ് കണ്ടുപിടിക്കാനാണ്. അതുപോലെ തന്നെ യൂസർ വിൽ സ്റ്റോപ്പ് എപ്പോഴാണ് ഗിവിംഗ് ദ ഇൻപുട്ട് ബൈ ഗിവിംഗ് ദ ഏജ് 0. ഏജ് 0 എപ്പോഴാണോ യൂസർ ഇൻപുട്ടിങ് കൊടുക്കുന്നത് ആ ഒരു ടൈമിൽ അത് എന്തും ചെയ്യണം, ക്വിറ്റ് ചെയ്യണം അതിനകത്ത് നിന്ന്, അല്ലെ കണ്ടീഷനിൽ നിന്ന് സ്കിപ്പ് ചെയ്യണം. ഇതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ കണ്ടീഷന് നമുക്ക് എങ്ങനെ കൊടുക്കാം അലിഫ? പറയാവോ? ഗിവൺ ഇൻപുട്ട് കൊടുക്കുന്ന കണ്ടീഷൻ, അതായത് ഏജ് എപ്പോഴാണോ 0 ആവുന്നത് ആ ഒരു കണ്ടീഷനിൽ നിന്നും അവിടെ നമുക്ക് എന്ത് ചെയ്യണം? പ്രോഗ്രാം ക്വിറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആവറേജ് ഏജ് കണ്ടുപിടിക്കണം. ആവറേജ് ഏജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക, സമ്മിന്റെ വാല്യൂ, സം എടുത്താൽ ആവറേജ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ സമ്മ് 0 ആക്കി അസൈൻ ചെയ്യുക, കൗണ്ട് ചെയ്യാനുള്ള ഒരു വാല്യൂ കൊടുക്കുക, അല്ലെങ്കിൽ വേരിയബിൾ കൊടുക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് അസൈൻ ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് റീഡ് ചെയ്യുക, ഏജ് റീഡ് ചെയ്യുക. അതിനുശേഷം വൈൽ ലൂപ്പില് ഏജ് നോട്ട് ഈക്വൽ ടു 0 ആണ് ചെക്ക് ചെയ്യുക. പറഞ്ഞോ. ഇവിടെ വയലാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെ അറിയാം? ഈഫാണോ വൈലാണോ യൂസ് ചെയ്യുന്നതെന്നാണോ ഉദ്ദേശിച്ചത്? ഇപ്പോ ഫോറോ വയലോ എഴുതാ. അപ്പൊ ഇവിടെ വയലല്ലേ യൂസ് ചെയ്ത? അതെന്താ? വൈലില് നമ്മള് കണ്ടീഷൻസ്, ഇവിടെ നമ്മളോട് ഒരൊറ്റ കണ്ടീഷനെ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? ഒരു കണ്ടീഷൻ ചെക്കിങ്ങിന് ചെയ്യാം. ഫോർ ലൂപ്പ് ഇവിടെ നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഫോർ ലൂപ്പ് ഇവിടെ കൊടുത്താ അലീഫ? ലൂപ്പിങ്ങിന് ഫോർ ലൂപ്പ് വേണ്ടിയിട്ടല്ലേ വയൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ ലൂപ്പ് ചെയ്യേണ്ടത്? ലൂപ്പ് ചെയ്യുന്നത് എന്താണോ അതേ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു? അതായത് ഇത്രയേ ഉള്ളൂ.
ഇവിടെ നമ്മളോട് സ്പെസിഫിക് ആയിട്ട് ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമ്മൾ കൊടുത്തിരിക്കുന്ന ഏജിന്റെ ആവറേജ് കണ്ടുപിടിക്കണം. എന്നിട്ട് എപ്പോഴാണോ യൂസർ ഇൻപുട്ട് ഏജ് 0 വരുന്നത് ആ കണ്ടീഷനിൽ ആ ലൂപ്പ് അവിടുന്ന് ക്വിറ്റ് ചെയ്യണം, അല്ലെ അവിടുന്ന് ഡ്രോപ്പ് ചെയ്യണം. ഇതാണ് നമ്മുടെ കണ്ടീഷൻ, അല്ലെ? ഒരു എക്സാക്ട് കണ്ടീഷൻ വരുന്ന കേസിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, വൈൽ ലൂപ്പ് തന്നെയാണ്. കാരണം എപ്പോഴാണ് നമുക്ക് ഇപ്പം ഒരു, ഞാൻ ചോദിക്കട്ടെ, ഫോർ കണ്ടീഷൻ ആണെങ്കിൽ അവിടെ ഇനീഷ്യലൈസേഷൻ, അതുപോലെ തന്നെ കണ്ടീഷൻ ചെക്കിങ്, ഇൻക്രിമെന്റേഷൻ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പോകുന്ന ഒരു കണ്ടീഷനാണ് ഫോർ ലൂപ്പ്. അപ്പോ ഫോർ ലൂപ്പിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇത് വൈൽ ലൂപ്പ് അല്ല യൂസ് ചെയ്യാൻ പറ്റുക. കാരണം ഇപ്പം നമ്മൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഏജ് ഇങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പെർട്ടിക്കുലർ ഏജ് റീഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ക്വിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എളുപ്പം ഏതാ, ഫോർ ലൂപ്പ് ആണോ അതെയോ വൈൽ ലൂപ്പ് ആണോ? ഏത് കൊടുക്കുമ്പോഴായിരിക്കും? വൈൽ ലൂപ്പ് തന്നെയാ. കാരണം ആ കണ്ടീഷൻ കയറി വന്ന വൈലിലേക്ക് വരുമ്പോ അവിടുന്ന് സ്കിപ്പ് ചെയ്യണം, അല്ലെ? ബട്ട് ഫോർ ലൂപ്പിലാവുമ്പോൾ അതിന്റെ ഇൻക്രിമെന്റേഷൻ അല്ലെങ്കിൽ ഇൻക്രിമെന്റേഷൻ കഴിഞ്ഞ് വീണ്ടും ചെക്കിംഗ് കണ്ടീഷൻ വരുന്ന അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനേക്കാളും കംഫർട്ടബിൾ ആയിട്ട് ഇപ്പോൾ കണ്ടീഷൻ ചെക്കിങ്, ഒരു കണ്ടീഷൻ ചെക്കിങ്ങിലൂടെ നമ്മൾ അതിനകത്ത് ഒരു കാര്യത്തിനെ നമ്മൾ വെരിഫൈ ചെയ്യുവാണെങ്കിൽ എപ്പോഴും അത് വൈൽ ലൂപ്പിലൂടെ തന്നെ യൂസ് ചെയ്യുക. മനസ്സിലായല്ലോ? ഒരു കണ്ടീഷൻ, ഒരു ഗിവൺ കണ്ടീഷൻ നമുക്ക് പ്രോഗ്രാമിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വൈൽ ലൂപ്പ് തന്നെയാണ്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ കൗണ്ട് സം എടുത്തു, പിന്നെ ഏജിനെ നമ്മൾ റീഡ് ചെയ്തു. ഓക്കെ, ഏജിനെ നമ്മൾ റീഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, വൈൽ ലൂപ്പിൽ ആ ഏജ് നോട്ട് ഈക്വൽ ടു 0. ഇപ്പൊ സപ്പോസ് നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ ഏജ് 0 ആണെന്ന് വിചാരിക്കുക. സിമ്പിൾ എക്സാമ്പിൾ, നമ്മൾ ഒരു ഏജ് കൊടുക്കാൻ, നമ്മളോട് ഗിവൺ ഏജ് കൊടുക്കാൻ പറയുകയാണ്. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഏജ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ബിക്കോസ് ഈ കണ്ടീഷനിൽ ഏജ് അവിടെ എന്തായിരിക്കും, നോട്ട് ഈക്വൽ ടു 0 ആകുന്ന കണ്ടീഷനിൽ മാത്രമേ ആ വൈൽ ലൂപ്പിലേക്ക് ആ വാല്യൂ ആക്സസിങ് നടക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ കണ്ടീഷനിലേക്ക് പോകണമെങ്കിൽ എപ്പോഴും ഏജ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇനി ഏജ് 0 കൊടുത്ത കണ്ടീഷനിൽ റീഡ് ചെയ്യും, ബട്ട് നോക്കും, കണ്ടീഷൻ നോക്കും, 0 നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് നോക്കും. അപ്പൊ അവിടെ ഫോൾസ് കണ്ടീഷൻ ആണെങ്കിൽ, അല്ല ട്രൂ കണ്ടീഷൻ ആണെങ്കിൽ മാത്രം അത് ആക്സസ് ചെയ്യത്തുള്ളൂ വാല്യൂവിന്. അല്ലാത്ത കേസിൽ അവിടെ വെച്ച് തന്നെ ക്വിറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കേസ് എന്ന് പറയുന്നത്. അപ്പം ഏജ് നോട്ട് ഈക്വൽ ടു 0 ആയാൽ എന്ത് ചെയ്യണം, അവിടെ ഏജ് പ്ലസ് സം ചെയ്യണം. ഏജ് പ്ലസ് സം എന്ന് പറഞ്ഞാൽ 0 പ്ലസ് ഏജ്. ഇപ്പൊ 25 ആണ് ഞാൻ കൊടുത്തിരിക്കുന്നെങ്കിൽ 25 പ്ലസ് 0 കൊടുത്തു, സമ്മിലേക്ക് 25 പോയി. കൗണ്ട് കൊടുത്തു, കൗണ്ട് പ്ലസ് 1 ആ കൊടുത്തിരിക്കുന്നത്. അപ്പൊ കൗണ്ട് അവിടെ 1 കൂടി, കൗണ്ട് 0 ആണ്, 0 പ്ലസ് 1 കൗണ്ട് 1 ആയി. റീഡ്, വീണ്ടും ഏജ് റീഡ് ചെയ്തു, വീണ്ടും വൈൽ ലൂപ്പിലേക്ക് പോയി, അവിടെ നോക്കി, വീണ്ടും സെക്കൻഡ് ഏജ് റീഡ് ചെയ്യാണ്. ആ റീഡ് ചെയ്യുന്ന ഏജ് 0 ആണെങ്കിൽ അവിടെ വെച്ച് ക്വിറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? ഇത്രയുള്ള സംഭവം. അങ്ങനെ ആ വൈൽ ലൂപ്പ് ക്ലോസ് ചെയ്യും. അതിനുശേഷം ഇപ്പോൾ ഉള്ള ഏജിനെ വെച്ചിട്ട് ആവറേജ് കണ്ടുപിടിക്കാം. അവിടെ സമ്മിനെ 25/1 ചെയ്യും. 25/1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 25 തന്നെ അവിടെ പ്രിന്റ് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ക്ലിയർ ആയോ അലിഫ? ഓക്കെ ആണോ? Next one, to determine the average age of students in a class, the user will stop giving the input, giving the age as 0. Redo the problem with a repeat until loop construct. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. To determine the average age of students in a class. അതുപോലെ user will stop giving the input by giving the age as 0. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ ഒരു കണ്ടീഷൻ കൂടെ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. റീഡു the problem with the repeat until loop. റിപ്പീറ്റ് അണ്ടിൽ ലൂപ്പ് വെച്ചിട്ട് ഈ സെയിം പ്രോബ്ലത്തിന് നമ്മൾ യൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ റിപ്പീറ്റ് അണ്ടിൽ ഗ്രൂപ്പിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. റിപ്പീറ്റിനകത്ത് നമുക്ക് കണ്ടീഷൻ ചെക്കിങ് കൊടുക്കാൻ പറ്റില്ല, അല്ലെ? നമ്മൾ ഈ ഡു വൈൽ യൂസ് ചെയ്തിട്ടുണ്ടോ? ഡു വൈൽ എന്ന് പറയുന്ന ഒരു ലൂപ്പ് ഉണ്ട് നമുക്ക്. ഈ ഡു വൈൽ ലൂപ്പിന് പകരം നമ്മൾ പൈത്തണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഏതെന്ന് പറയുന്ന റിപ്പീറ്റ് അണ്ടിൽ. കേട്ടോ, റിപ്പീറ്റ് അണ്ടിൽ എന്ന് പറയാം. അപ്പൊ ഡൂവില് നമുക്ക് ഒരിക്കലും കണ്ടീഷൻ കൊടുക്കാൻ പറ്റില്ല, വൈലില് നമുക്ക് കണ്ടീഷൻ കൊടുക്കാം. അതേ അവസ്ഥയാണ് ഇതിനും. റിപ്പീറ്റ് നമുക്ക് എന്തോ റിപ്പീറ്റ്
പൈത്തണിൽ റിപ്പീറ്റ് ഉണ്ടോന്നോ? റിപ്പീറ്റ് ഉണ്ടല്ലോ, പൈതണില് 4 വൈല് മാത്രമല്ലേ ഉള്ളു. ഡു വൈൽ ഉണ്ടോ? ഡു വൈൽ റിപ്പീറ്റ് ഉണ്ടല്ലോ. ഇല്ലില്ല. ഓക്കെ, അപ്പോ ഇതില് നമ്മളോട് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്ത് വെച്ചിട്ടാ? റിപ്പീറ്റ് അണ്ടിൽ വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന റിപ്പീറ്റ് അണ്ടിലിനേക്കാൾ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ? ഡു വൈൽ യൂസ് ചെയ്യും. അപ്പൊ അതില് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം നമുക്ക് കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യേണ്ടത്, അതായത് ഒരു അണ്ടിൽ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടീഷൻസിനെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി. അറ്റ് എ ടൈമിൽ ഒരൊറ്റ കണ്ടീഷൻ മാത്രം ചെക്ക് ചെയ്ത് ഇങ്ങനെ വൈൽ ലൂപ്പിൽ കൊടുക്കുന്ന പോലെ തന്നെ ഒരു സമയത്ത് ഇങ്ങനെ അടുത്ത കണ്ടീഷനിലേക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് പോകുന്നതാണ് അണ്ടിൽ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്, അല്ലെ അണ്ടിൽ റിപ്പീറ്റ് ലൂപ്പ് എന്ന് പറയുന്നത്. അണ്ടിലിനകത്ത് കണ്ടീഷൻസ് യൂസ് ചെയ്യും, ചെക്ക് ചെയ്യും. വയലിനകത്ത് ചെയ്യുന്ന അതേ കോൺസെപ്റ്റ് റിപ്പീറ്റില് ആ വയലിനകത്ത് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകൾ എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ റിപ്പീറ്റിനകത്ത് സം ഈക്വൽ ടു സം പ്ലസ് ഏജ്, അത് നമ്മൾ തൊട്ട് മുമ്പ് കൊടുത്തില്ലേ, അതെല്ലാം റിപ്പീറ്റിൽ ചെയ്യും. റീഡ് ചെയ്യുന്ന വരെയുള്ള സാധനങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യും. അണ്ടില് ഏജ് ചെക്ക് ചെയ്യും. അപ്പൊ ഇവിടെ നമുക്കറിയാം നോർമലി പൈത്തൺ അവിടെ ചെയ്യുന്നത് ഏജ് ഫസ്റ്റ് ഏജ് ചെക്ക് ചെയ്യും, 0 ആണോ, ദെൻ ഏജ് 0 ആവുന്ന കണ്ടീഷൻസിൽ അവിടെ ആ ലൂപ്പ് ക്വിറ്റ് ചെയ്യും. എന്നിട്ട് അതിനുശേഷം ആവറേജ് കണ്ടുപിടിക്കും. ആവറേജ് കണ്ടുപിടിക്കാൻ സം ബൈ കൗണ്ട് ചെയ്യും, ദെൻ പ്രിന്റ് ആവറേജ് കൊടുക്കും, ദെൻ സ്റ്റോപ്പ്. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത്. ഇതില് സ്റ്റാർട്ട് സം മുമ്പേ കൊടുത്ത പോലെ തന്നെ റീഡ് കൊടുക്കുന്നു ഏജിന്. അത് കഴിഞ്ഞിട്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഏത് സ്റ്റേറ്റ്മെന്റ്? സം പ്ലസ് ഏജ് അത് റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടതാണ്, ലൂപ്പിനനുസരിച്ച് വർക്ക് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് അത് ആദ്യം കൊടുത്തു. പിന്നെ കൗണ്ട് ചെയ്യണം, അത് രണ്ടും റിപ്പീറ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. ഏജിനനുസരിച്ച്, അതായത് ഏജ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ലിമിറ്റ് ചെയ്ത് വരേണ്ടതാണ് ഏജിനെ റീഡ് ചെയ്യാനുള്ളത്. പിന്നെ അണ്ടിൽ കണ്ടീഷൻ കൊടുക്കാവുള്ളൂ. കണ്ടീഷനകത്ത് ഏജ് ഈക്വൽ ടു 0 ആണെന്ന് മാത്രമാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത്. 0 അല്ലെങ്കിൽ മാത്രമേ, ഏജ് 0 അല്ലെങ്കിൽ മാത്രമേ റിപ്പീറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഏജ് അണ്ടിലിന്റെ അവിടെ തൊട്ട് എന്ത് ചെയ്ത് കൊടുക്കാം? മുകളിലേക്ക് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു റീഡ് ചെയ്യുന്ന ഏജിന് താഴെയുള്ള പോർഷൻസിലേക്ക് ഒരു ആരോ മാർക്ക് കൊടുക്കാം. അതിനുശേഷം ഏജ് 0 ആണെങ്കിൽ അവിടെ ട്രൂ കണ്ടീഷൻ ആയി. ട്രൂ കണ്ടീഷൻ ആകുമ്പോൾ അവിടെ നേരെ ആവറേജ് എടുക്കും. ആവറേജ് എടുത്തിട്ട് പ്രിന്റ് ആവറേജ് കൊടുക്കും, സ്റ്റോപ്പ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇനി ഇവിടെ ഇനീഷ്യലൈസ് സം കൗണ്ട് ടു 0, ഇനീഷ്യലൈസ് സം കൗണ്ട് ടു 0 എന്നാണ് ചോദിച്ചിരിക്കുന്നത് അടുത്തത്. അപ്പൊ ഇനീഷ്യലൈസ് സം കൗണ്ട് ടു 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സമ്മും കൗണ്ടും ഇനീഷ്യലൈസേഷൻ കൊടുക്കണം, 0 ആക്കി. പിന്നെ യൂസറിൽ നിന്ന് ഏജ് റീഡ് ചെയ്യുക, അണ്ടിൽ ലൂപ്പ് കൊടുക്കുക, ലൂപ്പിനകത്ത് നമ്മൾ ഏജ് ആഡ് ചെയ്യാനുള്ളത് കൊടുക്കുക, ഇൻക്രിമെന്റേഷൻ കൊടുക്കുക, നെക്സ്റ്റ് ഏജ് വാല്യൂ കൊടുക്കുക. കണ്ടിന്യൂ ലൂപ്പിൽ ഇതുപോലെ തന്നെയാണ്. 0 ഫോർ ഏജ് എപ്പോഴാണോ 0 ആകുന്നത് അതുവരെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. ആഫ്റ്റർ ഗെറ്റിംഗ് ഔട്ട് ഓഫ് ലൂപ്പ് ഡിറ്റർമൈൻ ദ ആവറേജ്. അപ്പൊ 0 ആകുന്ന കണ്ടീഷനിൽ അത് എക്സിറ്റ് ചെയ്യും. അതിനുശേഷം അത് എന്ത് ചെയ്യും? ആവറേജ് ഡിറ്റർമൈൻ ചെയ്യും. അതിനുശേഷം അതിന്റെ ആവറേജ് വാല്യൂ പ്രിന്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് തന്നിരിക്കുന്നത് ടു ഫൈൻഡ് ദ ആവറേജ് ഹൈറ്റ് ഓഫ് ബോയ്സ് ആൻഡ് ആവറേജ് ഹൈറ്റ് ഓഫ് ഗേൾസ് in a class of n students. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനാണ് അല്ലെ. അപ്പൊ നമ്മൾ രണ്ടിനും നമ്മൾ ഗേൾസ് ഇപ്പൊ ടോട്ടൽ കാണുന്നത് രണ്ടായിട്ട് തന്നെ കൊടുക്കണം. ബോയ്സിന്റെ ഹൈറ്റിന്റെ ടോട്ടലും അതുപോലെ ഗേൾസിന്റെ ഹൈറ്റിന്റെ ടോട്ടലും നമ്മൾ 2 വേയിൽ കൊടുക്കുക. 2 വാല്യൂ ആയിട്ട് തന്നെ സെപ്പറേറ്റ് എടുക്കണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു, റീഡ് n കൊടുത്തു. എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് എടുക്കുന്നത് അത്രയും കൊടുക്കും. അതിനകത്ത് ടോട്ടൽ, അതായത് ബോയ്സിന്റെ ടോട്ടലിനെ നമ്മൾ 0 എന്ന് അസൈൻ ചെയ്തു. അതിനെ കൗണ്ട് ചെയ്യാനുള്ള ഒരു വേരിയബിൾ ബി കൗണ്ട് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അത് 0 ആയിട്ട് അസൈൻ ചെയ്തു. ഗേൾസിന്റെ ടോട്ടൽ വാല്യൂ എടുക്കാൻ വേണ്ടി ജി ടോട്ടൽ എന്ന് പറയുന്നത് 0 ആയിട്ട് കൊടുത്തു. അതിന്റെ കൗണ്ടിങ്ങിന് വേണ്ടിയുള്ളത് നമ്മൾ ജി കൗണ്ട് 0 ആയിട്ടും കൊടുത്തു. ക്ലിയർ ആയല്ലോ? ഇതിനുശേഷം നമ്മൾ ഫോർ ലൂപ്പിൽ എന്താ ഇവിടെ എത്ര വാല്യൂസ് എടുക്കണം? n നമ്പർ ഓഫ് വാല്യൂസ് ആണ് എടുക്കേണ്ടത്. അല്ലെ, n നമ്പർ ഓഫ് സ്റ്റുഡൻസിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ 4 വേരിയബിൾ ഈക്വൽ ടു 1 to n എന്ന് നോക്കും. 4 വേരിയബിൾ ഈക്വൽ ടു 1 to n. അത് കഴിഞ്ഞിട്ട് റീഡ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. റീഡ് സ്റ്റേറ്റ്മെന്റിൽ ജെൻഡർ അതുപോലെ ഹൈറ്റ്, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കേസിൽ ജെൻഡർ മെയിൽ ആണെങ്കിൽ
അവിടെ ബോയ്സിന്റെ ഇത് കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഹൈറ്റ് ടോട്ടൽ ചെയ്യണം. അപ്പോ ജെൻഡർ എന്ത് ചെയ്തു, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ചെക്ക് ചെയ്തു. മെയിൽ ആണോ എന്ന് ഒറ്റ കണ്ടീഷൻ അവിടെ ചെക്ക് ചെയ്താൽ മതി. ഒന്നെങ്കിൽ മെയിൽ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫീമെയിൽ ചെക്ക് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ എടുക്കുക. ബാക്കി എക്സെപ്ഷണൽ കേസിൽ നമ്മൾ എൽസ് പാർട്ടിൽ നമുക്ക് കൊടുത്താൽ മതി. അപ്പൊ ഈഫിനകത്ത് ജെൻഡർ ഈക്വൽ ടു മെയിൽ ആണോ നോക്കി, ആണെങ്കിൽ ടോട്ടൽ ബോയ്സിന്റെ ടോട്ടൽ കണ്ടുപിടിച്ചു. ബോയ്സ് ടോട്ടൽ പ്ലസ് ഹൈറ്റ് ആണ്. ബി ടോട്ടൽ എന്ന് പറഞ്ഞാൽ 0 എന്ന് അർത്ഥമുള്ളൂ. 0 പ്ലസ് ഹൈറ്റ്. ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് 25 ആണെങ്കിൽ, സോറി 165 എന്ന് പറയുന്ന ഒരു ഹൈറ്റ് ആണ്. 165 പ്ലസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 165 എന്ന് ബി ടോട്ടലിലേക്ക് അസൈൻ ചെയ്യും. അപ്പൊ അവിടെ ബോയ്സ് ഫസ്റ്റ് ബോയ്സിനെ കൗണ്ട് ചെയ്തു. എൽസ് അല്ലെങ്കിലോ, ഈ ജെൻഡർ മെയിൽ അല്ലെങ്കിലോ അടുത്ത എൽസ് പാർട്ട് വർക്ക് ചെയ്യും. എൽസ് പാർട്ടിനകത്ത് എന്താ കൊടുത്തിരിക്കുന്നത്, ഗേൾസ് ടോട്ടൽ. ഉറപ്പായിട്ടും ബോയ് അല്ലെങ്കിൽ ഗേൾ ആയിരിക്കും. അപ്പോൾ ഗേൾസ് ടോട്ടൽ കണ്ടുപിടിക്കും. ടോട്ടലിനെ ഹൈറ്റ് കൊണ്ട് ആഡ് ചെയ്യും. അങ്ങനെ ജി ടോട്ടലിലേക്ക് വാല്യൂ ഇവിടെ അസൈൻ ചെയ്യപ്പെടും. ജി കൗണ്ട് ഗേൾ വാല്യൂ വരുന്നതിനനുസരിച്ച് ഒന്നെന്ന് കൗണ്ട് ചെയ്യും. അത്രേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. കാരണം നമ്മൾ കൊടുത്തിരിക്കുന്ന n വാല്യൂ ആണ്. ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു 10 നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ ആണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് വൺ വേരിയബിളിന്റെ ഒന്നാമത്തെ എടുത്തു, സെക്കൻഡ് എടുത്തു, തേർഡ് എടുത്തു, ഫോർത്ത് എടുത്തു, ഫിഫ്ത്ത് എടുത്തു, അങ്ങനെ അങ്ങനെ കൊണ്ട് അപ് ടു 10 വരെ ആയിരിക്കും അവിടെ നമ്മൾ സ്റ്റുഡൻസിന്റെ ഇത് എടുക്കുന്നത്. കഴിഞ്ഞിട്ട് ND4 കൊടുത്തു, N4 കൊടുത്തു, ദെൻ ബി ആവറേജ് കൊടുത്തു. ബി ആവറേജിനകത്ത് ബോയ്സിന്റെ ടോട്ടൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ ഡിവൈഡഡ് ബൈ ബി കൗണ്ട് കൊടുക്കുക. ഗേൾസിന്റെ ആവറേജ് കാണാൻ ജി ടോട്ടൽ ഡിവൈഡഡ് ബൈ ജി കൗണ്ട് കൊടുക്കുക. പ്രിന്റ്, ദെൻ ബി ആവറേജും ജി ആവറേജും പ്രിന്റ് ചെയ്തു സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് ഉള്ളത്. ഈ സ്റ്റെപ്പിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതിനകത്ത്? ഇനി ഇതിന്റെ നമുക്ക് ഫ്ലോ ചാർട്ട് നോക്കാം. ഫസ്റ്റ് ഈ റീഡ് എൻ കൊടുക്കുന്നു. ആദ്യം നമ്മൾ എത്ര കൗണ്ടിങ് ഇത് കൊടുക്കുന്നുണ്ടോ അത്രയും കൗണ്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യണം. ബി കൗണ്ട്, ജി കൗണ്ട്, ബി ടോട്ടൽ, ജി ടോട്ടൽ, ഇത്രയും 4 കൊടുത്തു. പിന്നെ നമ്മൾ കണ്ടീഷൻ ആണ്. അതിൽ നമുക്ക് ഫസ്റ്റ് വേരിയബിള് കൊടുക്കാം. അപ് ടു 1 to n ആണ് നമുക്കറിയാം. പിന്നെ വേരിയബിളിനെ സ്റ്റാർട്ട് ചെയ്യുന്ന 1 ൽ 1, അതുകൊണ്ട് 1 to n വേരിയബിൾ 1 കൊടുത്തു. അതിന് നമ്മൾ ജെൻഡർ പ്രിഫറൻസ് റീഡ് ചെയ്യുന്ന എന്താ, ജെൻഡറിനെയാണ്. അപ്പൊ റീഡ് ജെൻഡറും ഹൈറ്റും ആണ് 2 വേരിയബിൾസ് കൊടുത്തിട്ടുള്ള ഇവിടെ. അപ്പൊ അതുകൊണ്ട് രണ്ടും റീഡ് ഇതിൽ കൊടുക്കണം. റീഡ്, ജെൻഡർ, ഹൈറ്റ്. ഇനി ജെൻഡർ മെയിൽ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ജെൻഡർ മെയിൽ ആ കണ്ടീഷനിൽ നമ്മൾ ചെയ്യേണ്ടത് ജെൻഡർ ഈക്വൽ ടു മെയിൽ എന്നാണ്. മെയിൽ ആണെങ്കിൽ, അതായത് ട്രൂ ആണെങ്കിൽ ബി ടോട്ടൽ ബോയ്സിന്റെ കാണണം, അല്ലെങ്കിൽ ജി ടോട്ടൽ ഗേൾസിന്റെ കാണണം. ജി ടോട്ടൽ കണ്ടുപിടിക്കാം. അപ്പൊ ബോയ്സിന്റെ ടോട്ടൽ ബി ടോട്ടൽ, മറ്റേ ഗേൾസിന്റെ ടോട്ടൽ ആയതുകൊണ്ട് ജി ടോട്ടൽ എന്നും കൊടുത്തേക്കുന്നു. ട്രൂ ആയാൽ ബോയ്സിന്റെ പാർട്ട്, അതായത് ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ബോയ്സ് എടുക്കണം, അല്ലെങ്കിൽ ഫോൾസ് ആയ ഗേൾസിന്റെ ടോട്ടൽ ഹൈറ്റ് എടുക്കണം. ഇനി ഇത് എത്ര എണ്ണത്തിന് എടുക്കണം എന്ന് ചോദിച്ചാൽ 1 to n ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1 തൊട്ട് 5 വരെയോ 6 വരെയോ 7 വരെയോ 8 വരെയോ 9 വരെയോ എത്രയാണ് നമ്മൾ ലിമിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ ലിമിറ്റിനനുസരിച്ച് വരെ ഇത് എടുക്കും. അതിലൊരു ഡൗട്ടും ഇല്ല. പിന്നെ ജി കൗണ്ടും ബി കൗണ്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേരിയബിളിനകത്തേക്ക് ചെന്ന് വീണ്ടും അത് ചെക്ക് ചെയ്ത്, അതായത് റിപ്പീറ്റീഷൻ എവിടം വരെ പോകും, n വരെ പോകും. അതുകൊണ്ടാണ് ഈ VAR വീണ്ടും വന്നിരിക്കുന്നത്. അങ്ങനെ അത് വീണ്ടും എന്താണ് അപ്വേർഡ് പൊസിഷനിൽ പോയി വീണ്ടും 1 to n ചെക്ക് ചെയ്യും. അങ്ങനെ ആ n കഴിയുന്ന എപ്പോഴാണോ അതുവരെ അത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ലൂപ്പ്. അതിനുശേഷം ഇത് എന്നിന്റെ വാല്യൂ ലിമിറ്റ് തീർന്നു കഴിഞ്ഞ ശേഷം ഫസ്റ്റ് പിന്നെ എങ്ങോട്ടാ വരുന്നത്, ബി ആവറേജ് കണ്ടുപിടിക്കും, ജി ആവറേജ് കണ്ടുപിടിക്കും. അപ്പൊ നമ്മൾ റെക്ടാങ്കിളിൽ ബി ആവറേജ് ഈക്വൽ ടു ബി ടോട്ടൽ ബൈ ബി കൗണ്ട്, ജി ആവറേജ് ഈക്വൽ ടു ജി ടോട്ടൽ ഡിവൈഡ് ബൈ ജി കൗണ്ട്, ഇത്രയും കൊടുക്കാം. പിന്നെ പ്രിന്റ് ആവറേജിനെ രണ്ടിനെയും ഗേൾസ് ആവറേജും ബോയ്സ് ആവറേജും പ്രിന്റ് ചെയ്യുക, സ്റ്റോപ്പ് കൊടുക്കുക. ഇത്രയാണ് നമ്മുടെ ഫ്ലോ ചാർട്ടിൽ നമുക്ക് നോക്കാം. ഇനിയുള്ളത് ഓപ്പറേറ്റർ പ്രസിഡൻസ് ഇൻ പൈത്തൺ ആണ്. ഓപ്പറേറ്റർ പ്രസിഡൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഡിസെൻഡിങ് ഓർഡർ, അപ്പർ ഗ്രൂപ്പ് ആൻഡ് ഹയർ പ്രസിഡൻസ് ദാൻ ദ ലോവർ വൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 0 ആണെങ്കിൽ നമുക്കറിയാം ഓപ്പറേറ്റർ 0 മീനിങ് പാരന്തസിസ് എന്നുള്ളതാണ്. ഡബിൾ സ്റ്റാർ ആണെങ്കിൽ എക്സ്പോണന്റ്, അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. തൊട്ട് മുമ്പ് നമ്മൾ യൂണറിയോ ബൈനറി ഓപ്പറേറ്റേഴ്സ് വരുവാണെങ്കിൽ യൂണറി പ്ലസ് അല്ലെങ്കിൽ യൂണറി മൈനസ്, ബിറ്റ് വൈസ് നോട്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അടുത്ത സ്റ്റാർ, സ്ലാഷ്, ഡബിൾ സ്ലാഷ് അങ്ങനെയൊക്കെ വരുന്ന സാധനങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനും ഫ്ലോർ ഡിവിഷനും മൊഡ്യൂൾസുകളും ആണ് കാണിക്കുന്നത്. പ്ലസും മൈനസും അഡീഷൻ സബ്ട്രാക്ഷനെ കാണിക്കുന്നു. ബിറ്റ് വൈസ് ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും ആണ് കാണിച്ചിരിക്കുന്നത്. ആംബർസാൻഡ് ബിറ്റ് വൈസ് ആൻഡിനെ നമ്മൾ കാണിക്കും. മുകളിൽ നമുക്കറിയാം എക്സോർ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എക്സോർ.
പിന്നെ ലൈൻ നമ്മൾ ബിറ്റ് വൈസ് ഓറിനെ കാണിക്കണം. കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓർ ഓപ്ഷൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലൈൻ ആണ്. ഇനി അടുത്തത് ഡബിൾ ഈക്വൽ ഉണ്ട്, നോട്ട് ഈക്വൽ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, ഇങ്ങനെ പറഞ്ഞ ഗ്രേറ്റർ ദാൻ ഉണ്ട്. ഇതെല്ലാം കമ്പാരിസൺ അല്ലെങ്കിൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ആണ്. പിന്നെ ഉപയോഗിക്കുന്ന സാധനം ഈസ് നോട്ട് നോട്ടീസും അല്ല നോട്ടിനും ഇന്നും. നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈസ് നോട്ട് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുന്നതാണ്. മറ്റേത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഉപയോഗിക്കുന്നത്. നോട്ട് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ നോട്ടാണ്. മറ്റേത് ആൻഡ് ഓപ്പറേറ്റ് ലോജിക്കൽ ആൻഡ് ആണ്. ഓർ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ഓറും ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ഓപ്പറേറ്റർ പ്രസിഡൻസിൽ നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു മൊഡ്യൂളിൽ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇപ്പൊ? ഇല്ല മിസ്. ഇല്ല, ഓക്കെ ആണല്ലോ അല്ലെ? മൊഡ്യൂൾ 3യുടെ നോട്ട്സ് സാറിന് ഇട്ട് കൊടുക്കാവോ? 3 നോട്ട്സ് ഇല്ല. ഇല്ല, ഇത്രയേ ഉള്ളൂ. ഈ 2 മൊഡ്യൂൾസ് ആണോ ആവശ്യമുള്ളൂ? അല്ല 3 ഉണ്ട്, ഞങ്ങക്ക് നോട്ട്സ് തന്നിട്ടില്ല. ഓ ശരി ശരി. അപ്പൊ നോർമലി എന്താ ചെയ്യണ്ടേ? എന്റെ നോട്ട്സ് എടുത്തിട്ട് ഞാൻ എന്നാ അതിനെ ബേസ് ചെയ്ത് പറയട്ടെ. ആ,
അല്ല ഇപ്പൊ ഒരു മിനിറ്റ്, ഞാൻ നോട്ട്സ് ഡൗൺലോഡ് ചെയ്തത് കാണുന്നുണ്ടോ? യെസ് മിസ്. നമ്മുടെ മൊഡ്യൂൾ 3 തുടങ്ങുന്നത് സെലക്ഷൻ ആൻഡ് ഇറ്ററേഷൻ യൂസിങ് പൈത്തൺ, പിന്നെ ഡീകമ്പോസിഷൻ ആൻഡ് മോഡുലറൈസേഷൻ, ഇതാണ് കേട്ടോ. പിന്നെ റിക്കേർഷൻ, ഇതാണ് നമ്മുടെ അതിനകത്ത് ടോപ്പിക്സ് എന്ന് പറയുന്നത്. കാണാലോ അല്ലെ? സ്റ്റക്കാണ്. സ്റ്റക്ക് ആണോ? പിന്നെ റാൻഡം അപ്രോച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, 4th മൊഡ്യൂളിൽ വരുന്നതാണ്. ഓക്കെ, കാണാലോ അല്ലെ? ഇപ്പൊ കാണാവോ? ഇപ്പൊ റീഷെയർ ചെയ്യണോ? ഇല്ല, കാണാം കാണുന്നില്ല. ഇല്ലേ? ഇപ്പോഴും ഒന്നും കാണുന്നില്ല മിസ്. റിപ്പീറ്റ് ചെയ്യാം. ഇപ്പൊ കാണാവടാ? യെസ് മിസ്. ഓക്കെ ആണോ? ഉം. ഇത് സെലക്ഷൻ ആൻഡ് ഇറ്ററേഷൻ യൂസിങ് പൈത്തൺ, അതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ, അല്ല തേർഡില് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കേട്ടോ. അതിൽ ലിസ്റ്റ്, ടപ്പിൾ, സെറ്റ്, സ്ട്രിംഗ്, ഡിക്ഷണറി, ക്രിയേറ്റിംഗ് ആൻഡ് യൂസിങ് അറേ, ഇത്രയാണ് നമ്പൈ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെയുള്ളത് ഡീകമ്പോസിഷൻ ആൻഡ് മോഡലൈസേഷൻ, അതായത് നമ്മുടെ പ്രോബ്ലം ഡീകമ്പോസിഷന്, അതിന്റെ സ്ട്രാറ്റജീസ്, കോംപ്ലക്സ് പ്രോബ്ലത്തിന് ഡീകമ്പോസിഷൻ ചെയ്യുന്ന, മോഡലൈസേഷന്, മോട്ടിവേഷന്, ഡിഫൈനിങ്, ഫങ്ഷൻസുകൾ, അത്രയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ റിക്കേർഷൻ ആണ് അതിനകത്ത് ഒരു പാർട്ട്. റിക്കേർഷൻ ഡിഫൈൻ ചെയ്യുന്ന എങ്ങനെ, റിക്കേർഷന്റെ യൂസസ്, കോൾ സ്റ്റാക്ക്, റിക്കേർഷൻ ആൻഡ് സ്റ്റാക്ക്, ഇതൊക്കെ ക്ലിയർ ആണല്ലോ? നമുക്ക് നോക്കാം. കാണാലോ അല്ലെ? യെസ് മിസ്. ഇതിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. സെലക്ഷൻ സ്റ്റേറ്റ്മെന്റിൽ ഈ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്? എന്താണ് ഈ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത? സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ മെയിൻലി പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് വൺ വേ സെലക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇപ്പൊ ഈഫ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈഫ് സ്റ്റേറ്റ്മെന്റിന് എന്നാ നമ്മൾ പറയുന്നത്? ഒരു ട്രൂ കണ്ടീഷൻസിനെ നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി, നമ്മൾ കണ്ടീഷൻ എക്സിക്യൂഷൻ നടത്തുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ? അതായത് ഒരു പെർട്ടിക്കുലർ വേരിയബിൾ അത് ട്രൂ ആണോ അല്ലെ പോസിറ്റീവ് ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ ആ ചെക്ക് ചെയ്യുന്ന ഒരു സ്പെസിഫിക് കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്നതിനാ അറ്റ് എ ടൈമിൽ ഒരു ഒറ്റ കണ്ടീഷൻ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ.
അതിനെ അല്ലെങ്കിൽ ആ ഒരു സെലക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൺ വേ സെലക്ഷൻ. ക്ലിയർ ആണല്ലോ. ഇനി ഒന്നിലധികം കണ്ടീഷൻസ് എപ്പോഴാ നമ്മൾ യൂസ് ചെയ്യുന്നത്? അപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ഇൻപുട്ട് വാല്യൂ, ആ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അല്ലെങ്കിൽ 25ന്റെ താഴെയും അതുപോലെ 0ക്ക് മേളിലും ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലെ. ഇങ്ങനെ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് അതൊരു പെർട്ടിക്കുലർ സെലക്ഷൻ മാത്രമാണ്. ആ നമ്പർ ഈ ഇന്ന നമ്പേഴ്സുകൾക്ക് അല്ലെങ്കിൽ 0ക്കും 25നും ഇടയിലാണോ എന്ന് കൊടുക്കുന്നത് നമ്മൾ എങ്ങനെയാണ് അത് ടെസ്റ്റ് ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ നമ്പർ അതില് ആ ഒരു കണ്ടീഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് അവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് എൻട്രി നമ്പർ കൊടുത്തിട്ട് ആ നമ്പർ ഏതാണെന്ന് കൊടുക്കുക. എന്നിട്ട് ആ നമ്പർ 0നേക്കാൾ ഗ്രേറ്റർ ആണോ അതെയോ 0നേക്കാളും അല്ലെങ്കിൽ 25നേക്കാളും ലെസ് ആണോ എന്ന് നോക്കും. ആണെങ്കിൽ അത് പോസിറ്റീവ് നമ്പർ എന്ന് വിളിക്കാം. അപ്പൊ അല്ലെങ്കിലോ അത് നെഗറ്റീവ് നമ്പർ എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഒരൊറ്റ കണ്ടീഷൻ മാത്രം ഇൻവോൾവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സെലക്ഷൻ മെത്തേഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൺ വേ സെലക്ഷൻ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ 2-3 പ്രോഗ്രാംസ് തന്നിട്ടുണ്ട്. എക്സിന് ഒരു ഇൻപുട്ട് വാല്യൂ കൊടുക്കുന്നു, എന്നിട്ട് നമ്മൾ ആ വാല്യൂ എൻട്രി ചെയ്യുന്നു. അതിനുശേഷം 0നേക്കാളും എക്സിനേക്കാൾ ലെസ് ആണോ 0 നോക്കുന്നു, അതുപോലെ ലെസ് ദാൻ 10 ആണോ നോക്കുന്നു. അതിനുശേഷം അതിനകത്ത് എക്സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യിക്കുന്നു. എക്സ് പോസിറ്റീവ് സിംഗിൾ ഡിജിറ്റ് ആണെന്ന് പ്രിന്റ് ചെയ്ത് വരും. അപ്പോൾ ഏത് വാല്യൂ ആണോ അത് എക്സ് ഈസ് പോസിറ്റീവ് സിംഗിൾ ഡിജിറ്റ് നമുക്ക് വരും. ഇതായിരിക്കും നമ്മുടെ ആദ്യത്തെ ഒരു കേസ് എന്ന് പറയുന്നത്. അടുത്ത 2-വേ സെലക്ഷൻ ആണ്. 2-വേ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഇഫ് എൽസ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എൽസ് ഇഫ് യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് ഒന്നിലധികം കണ്ടീഷൻസിന്റെ അറ്റ് ടൈമിൽ നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ എൽസ് ഇഫ് യൂസ് ചെയ്യുന്നത്. മൾട്ടിവേ സെലക്ഷൻ അടുത്തത്. മൾട്ടിവേ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ്, എൽഇഫ്, എൽസ് അങ്ങനെ കൊടുത്തു പോകുന്നതാണ് മൾട്ടിവേ സെലക്ഷൻ എന്ന് പറയുക. ഇതിന്റെ യൂസേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം ട്രൂ കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് എൽഇഫ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഇപ്പൊ ഇഫില് നമുക്ക് ഒരൊറ്റ കണ്ടീഷനെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത കണ്ടീഷനിൽ നമ്മൾ എൽഇഫിൽ ചെക്ക് ചെയ്യാം, പിന്നെ എൽഇഫിൽ ചെക്ക് ചെയ്യാം, പിന്നെ എൽഇഫിൽ ചെക്ക് ചെയ്യാം, അങ്ങനെ പോയി എൽസ് പാർട്ട് വരെ നമുക്ക് അവിടെ ചെക്ക് ചെയ്യും. അപ്പൊ ഇതില് നമ്മൾ എന്താണ് എക്സ് ലെസ് ദാൻ വൈ ആണോ എൽസ് ഗ്രേറ്റർ ദാൻ വൈ ആണോ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് നോക്കിയിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാം. ഇതിനെ നമ്മൾ മൾട്ടി വേ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കും. ഇനി നമ്മൾ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കില് റെപ്പറ്റീഷൻ സ്റ്റേറ്റ്മെന്റുകളാണ്, ലൂപ്പുകൾ എന്ന് നമുക്ക് പറയാം. റെപ്പറ്റീഷൻ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ റെപ്പറ്റീഷൻ സ്റ്റേറ്റ്മെന്റ് ലൂപ്പിൽ ഉപയോഗിക്കുന്ന എന്താ? പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്ന 2 ടൈപ്പ് ഓഫ് ലൂപ്പുകളെയാണ് അല്ലെ നമുക്കറിയാം ഓൾറെഡി. ഒന്ന് നമുക്കറിയാം റിപ്പീറ്റ് ആക്ഷന് വേണ്ടി നമ്മൾ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ടൈംസ് വർക്ക് ചെയ്യിക്കുന്നതിന് നമ്മൾ ഇറ്ററേഷൻ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് വിളിക്കും. 2 കണ്ടീഷണൽ ചെക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കണ്ടീഷണൽ ഇറ്ററേഷൻസും നമുക്ക് നോക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു ഡെഫിനിറ്റ് ഇറ്ററേഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ഫോർ ലൂപ്പ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പൈത്തൺ ഫോർ ലൂപ്പിൽ ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് ഇറ്ററേഷൻ നടത്തുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലൂപ്പാണ് ഫോർ ലൂപ്പ് എന്ന് പറയുക. ഇതില് റേഞ്ച് നമുക്കറിയാം. റേഞ്ച് ഉപയോഗിക്കുന്ന എന്തിനാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? ഒരു പർട്ടിക്കുലർ വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യണം. ആ വാല്യൂ എവിടെ വരെ എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന റേഞ്ചിലാണ്. റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ഇപ്പൊ എനിക്ക് റേഞ്ച് 1 to 10 വരെയാണ് ഞാൻ റേഞ്ച്. അപ്പൊ റേഞ്ച് ഓഫ് 5 അല്ലെങ്കിൽ 10 എന്ന് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് നോർമൽ കേസിൽ അത് ഈസി ആയിട്ട് നമുക്കത് എന്ത് ചെയ്യാം കൊടുക്കാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പൈത്തണിൽ ഇറ്ററേഷൻ കൊടുക്കുമ്പോൾ ഫോർ ലൂപ്പ് കൊടുക്കുന്ന ഒരു സിന്റാക്സ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഡെഫിനിറ്റ് കൊടുത്തു, ഇറ്ററേഷൻ കൊടുത്തിട്ട് അതിനകത്ത് ഡെഫിനിറ്റ് ഇറ്ററേഷൻ എങ്ങനെ കൊടുക്കുന്നത്? ഫോർ ഒരു വേരിയബിൾ കൊടുത്തു, ഇന്ന് കൊടുത്തു, റേഞ്ച് കൊടുത്തു, എന്നിട്ട് അത് കൊടുക്കുന്നു. പിന്നെ പ്രിന്റ് എന്താണോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള അത്രയും പ്രാവശ്യം. അപ്പൊ ഇവിടെ നമുക്കറിയാം റേഞ്ച് 5 കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത്രയും 5 ടൈംസ് അവിടെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് അവിടെ എന്ത് ചെയ്ത് കിട്ടും? നമുക്ക് നോർമലി അത് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇതാണ് ഫസ്റ്റ്. പിന്നെ ഹലോ ഇവിടെ വാല്യൂ കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം 5 ടൈംസ് ആ സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് പ്രിന്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇനി ഇതിനകത്ത് കണ്ടോ ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 5 വീണ്ടും 0 to 1 അവിടെ നമ്മൾ ഒരു വാല്യൂ കൊടുത്തിട്ടില്ല. ഐയിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് എന്താ? റേഞ്ച് ഓഫ് 5 എന്ന് പറയുന്ന വാല്യൂ മാത്രമാണ്. റേഞ്ച് ഓഫ് 5 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ നോർമലി ഇവിടെ എന്താ വർക്ക് ചെയ്യുന്നത്? ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 5. അപ്പൊ പ്രിന്റ് ഓഫ് 5 നമുക്ക് പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 0 തൊട്ട് 4 വരെയുള്ള വാല്യൂസ് ആയിരിക്കും അവിടെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുക. ഇനി അടുത്തത് റേഞ്ച് ഓഫ് 5 കൗണ്ട് ഫ്രം 0 to 4 ആയിരിക്കും, നോട്ട് 5 ഇൻക്ലൂഡ് ചെയ്യില്ല. കാരണം n-1 വരെ നമ്മൾ അവിടെ കൗണ്ടിങ് എടുക്കത്തുള്ളൂ. അടുത്ത ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 5 ഇതേ സെയിം തന്നെ കൊടുത്തു, ഒരു എൻഡ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തേക്കുവാണ്. എന്ന് വെച്ചാൽ അത് ഒരേ ഇത് ലൈനിൽ തന്നെ നമുക്ക് പ്രിന്റ് ചെയ്ത് വരും. അത്രയുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലെല്ലാം തന്നെ റേഞ്ചിൽ വരുന്നതാണ്. പിന്നെ ഈ റേഞ്ചിന് തന്നെ നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ എൻഡ് ചെയ്യണം, എവിടെ എത്ര വെച്ചിട്ട് കൗണ്ട് കൂടി പോകണം അല്ലെങ്കിൽ കുറഞ്ഞു പോകണം, ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും.
അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇതാണ് ഫോർ കൗണ്ട്. ഇവിടെ ഒരു കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ കൊടുത്തു. എന്നിട്ട് ആ കൗണ്ടിനകത്തേക്ക് നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണ് ഇൻ റേഞ്ച്, എന്നിട്ട് 0 10, 0, -1 ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ 10 സ്റ്റാർട്ട് ചെയ്യണം, 0 എൻഡ് ചെയ്യണം. അതായത് ഇൻഡെക്സ് വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. 10 സ്റ്റാർട്ട് ചെയ്ത് എവിടെ എൻഡ് ചെയ്യണം? 0 എൻഡ് ചെയ്യണം. എത്ര വെച്ച് റിപ്പീറ്റ് ചെയ്യണം? -1 വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്യണം. -1 വെച്ചിട്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് പ്രിന്റ് കൗണ്ട് എൻഡ്, എന്നിട്ട് ഇങ്ങനെ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ 10 തുടങ്ങി 0th ഇൻഡെക്സ് കിടക്കുന്ന വാല്യൂ വരെ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആയല്ലോ അല്ലേ അത്? ഇനി ഇതിനകത്ത് കണ്ടീഷണൽ ഇറ്ററേഷൻസിൽ നമ്മൾ ഇനി വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്ന പറയുന്നത്. വൈൽ ലൂപ്പിനകത്ത് നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇനീഷ്യലൈസേഷൻ വൈൽ ലൂപ്പിന് മുമ്പ് കൊടുക്കണം. വൈൽ ലൂപ്പിൽ നമ്മൾ കണ്ടീഷൻ കൊടുക്കാം. അതിന്റെ ഇൻസൈഡ് നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കാം. തൊട്ട് മുമ്പ് നമ്മൾ വൈൽ ലൂപ്പ് ഉപയോഗിച്ചൊരു സാധനം ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് കേസിൽ പറഞ്ഞതാണ്. ഇവിടെ ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, പ്രിന്റ് ഐ എൻഡ് ഈക്വൽ ടു ഡബിൾ കോഡ്സ് ഐ ഈക്വൽ ടു i+1. ഇത്രയാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ വയലിനകത്ത് നമ്മൾ ഇറ്ററേറ്റ് ചെയ്യുന്നതിന് ആദ്യം ഫസ്റ്റ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിന്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ് നമ്മൾ കൊടുക്കുക. അതിനുശേഷം അതിനുശേഷം നമ്മൾ എന്ത് കൊടുക്കുക? എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ഉള്ളത് കണ്ടീഷൻ, എവിടെ വരെ പോണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ പ്രിന്റ് ഐ എൻഡ് ഇങ്ങനെ കൊടുത്തു, ഐ ഈക്വൽ ടു i+1 കൊടുത്തു. ക്ലിയർ ആയല്ലോ? ഇത് ഇത്രയുള്ള സംഭവം. പിന്നെ ഇവിടെ നമ്മൾ ഈ എക്സിറ്റ് കൺട്രോൾ, അതായത് ഇപ്പൊ ഇവിടെ നമുക്ക് വൈൽ ലൂപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വൈല് കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് അവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? കണ്ടോ? വൈൽ ശേഷം കൊടുത്തിരിക്കുന്ന സാധനം കണ്ടോ? പ്രിന്റ് ഐ, കണ്ടോ? ഐ എൻഡ് കൊടുത്തിരിക്കുന്നുണ്ടോ? റിപ്പീറ്റേഷൻ കൊടുത്തിരിക്കുന്ന എവിടെയാന്ന് നോക്കി. വൈലിന്റെ തൊട്ട് സ്റ്റേറ്റ്മെന്റിന് താഴെയാണ് ഐ ഈക്വൽ ടു i+1. കണ്ടല്ലോ? ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ 1 2 ഐ ഈക്വൽ ടു i+1, 1 2 3 4 5 6 7 8 9 10. കണ്ടല്ലോ? കണ്ടില്ലേ? അപ്പൊ ഇവിടെ ഇതിന്റെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും മനസ്സിലായില്ലേ? ഇനി ഈ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്ന ഒരു സാധനം കണ്ടോ താഴെ? നെസ്റ്റഡ് ലൂപ്പ്. നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പിന് താഴെ വേറൊരു ലൂപ്പ്, വേറൊരു ലൂപ്പിന് താഴെ വേറൊരു ലൂപ്പ്, അങ്ങനെ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ലൂപ്പ് എന്ന് വിളിക്കുക. ഈ നെസ്റ്റഡ് ലൂപ്പ് യൂസ് ചെയ്യുന്നതിന്റെ ഉപയോഗം എന്താ? നെസ്റ്റഡ് ലൂപ്പ് ഒന്നിലധികം കേസസിനെ അല്ലെങ്കിൽ ഒന്നിലധികം കണ്ടീഷൻസിനെ നമുക്ക് അറ്റ് എ ടൈമിൽ നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ ഈ സിമ്പിൾ കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ മെട്രിക്സിന്റെ ഒക്കെ കേസിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഒന്ന് റോയ്ക്ക് വേണ്ടി ഒരെണ്ണം കോളത്തിന് വേണ്ടി ലൂപ്പ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഒരു കണ്ടീഷൻ കൊടുത്ത് ഫസ്റ്റിനകത്ത് ഐയുടെ വാല്യൂ 1 to 5 ആണ്. അവിടെ നമ്മൾ ഐക്ക് എടുക്കേണ്ട വാല്യൂ, ജെയ്ക്ക് നമ്മൾ എടുക്കേണ്ട വാല്യൂ 1 to 5 തന്നെ. പിന്നെ അവിടെ പ്രിന്റ് ജെ കൊടുത്തു. അപ്പൊ ഇവിടെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. കണ്ടല്ലോ? ഇതിലേക്ക് നോക്കി വന്നിരിക്കുന്ന വാല്യൂസ് സെയിം ആണ് നോക്കിയേ. കാരണം നമ്മൾ ആ ലൂപ്പിൽ അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ ഡിഫറെന്റ് ആണ് അല്ലെ? അപ്പൊ ഫോർ ഐ ഇൻ റേഞ്ച് 1 to 5 ഫോർ ജെ ഇൻ റേഞ്ച് 1 to 5 ആണ് നമ്മൾ നോർമൽ കേസിൽ അത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോർമലി 1 to 4 അവിടെ രണ്ട് കേസിലും പ്രിന്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഒന്ന് ഫസ്റ്റ് ഔട്ടർ ലൂപ്പ് എന്നും നോർമൽ കേസിൽ ഇത് സെക്കൻഡ് കേസിൽ നമ്മൾ ജെ എന്ന് പറയുന്നതിനകത്തേക്ക് ഇന്നർ ലൂപ്പും വരും. ക്ലിയർ ആയല്ലോ? നലിഫ ഓക്കെ ആണോ? ഇനി ഇതില് എത്ര പ്രാവശ്യം ഇത് പ്രിന്റ് ചെയ്ത് വരും? ഇവിടെ എത്ര പ്രാവശ്യം, എത്ര ടൈംസ് ഇത് പ്രിന്റ് ചെയ്ത് വരും? ഇവിടെ നമ്മൾ കണ്ടോ, ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന പ്രിന്റ് ജെ എൻഡ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബട്ട് ഇത് എത്ര ടൈംസ് അത് പ്രിന്റ് ചെയ്ത് വരും?
ഒറ്റ ടൈംസിൽ, അതായത് ഞാൻ ചോദിക്കട്ടെ, തൊട്ട് മുമ്പ് നമ്മൾ ആ പ്രിന്റ് ചെയ്യിച്ചില്ലേ, 1 to 4 പ്രിന്റ് ചെയ്യിച്ചില്ലേ, 1 to 4 പ്രിന്റ് ചെയ്തപ്പോ നമുക്ക് എത്ര പ്രാവശ്യം വന്നു അവിടെ? ഇവിടെ ഒരു കോമൺ പ്രിന്റാ കൊടുത്തിരിക്കുന്നത്, താഴെ കണ്ടോടാ പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രിന്റിൽ നമ്മൾ ഇന്നർ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ പ്രിന്റ് വർക്ക് ആവും. ഏത് പ്രിന്റാ വർക്ക് ആവുന്നത്? ജെയുടെ പ്രിന്റിങ് വർക്ക് ആവുന്നത്. എന്ന് വെച്ചാൽ 1 to 4 അവിടെ വർക്ക് ചെയ്യും. മനസ്സിലായല്ലോ? അതിനൊരു ഐയും ജെയും എടുക്കും. ശ്രദ്ധിക്കണേ, പ്രിന്റ് ജെ എൻഡ് നമ്മൾ കൊടുക്കുമ്പോൾ അതിനൊരു ഐ ലൂപ്പ് ഉണ്ട്, ഇന്നർ ലൂപ്പ് ഉണ്ട്, അതിന് ഒരു ഔട്ടർ ലൂപ്പും ഉണ്ട്. ആ പ്രിന്റിന് ജെ ആണ് പ്രിന്റ് ചെയ്യുന്നത്, സമ്മതിച്ചു. പക്ഷേ അതിനൊരു ഇന്നർ ലൂപ്പും ഉണ്ട്, ഒരു ഔട്ടർ ലൂപ്പും ഉണ്ട്. എന്ന് വെച്ചാൽ അതിനകത്ത് ജെ പ്രിന്റ് ചെയ്യിച്ചാൽ 2 എണ്ണം വരും. ഒരെണ്ണം റോയ്ക്ക് വേണ്ടിയും ഒരെണ്ണം കോളത്തിന് വേണ്ടിയുള്ളതാ. മനസ്സിലായോ? ഇനി ഒരു പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കോമൺ കൊടുക്കുക. കണ്ടോ? ഓക്കെ, ക്ലിയർ ആയോ? ഇല്ല. ഓക്കെ, ദെൻ ഇത്രയേ ഉള്ളൂ സംഭവം. ആദ്യത്തെ ഫസ്റ്റ് കേസിൽ വെറുതെ 4i ഇൻ റേഞ്ച് 1,5 കൊടുത്തു, 4j ഇൻ റേഞ്ച് 1,5 കൊടുത്തു, പ്രിന്റ് ജെ കൊടുത്തു, എൻഡ് കൊടുത്തു. ഇത്രേ കൊടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അതായത് ലാസ്റ്റത്തെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ കളഞ്ഞു. കണ്ടോ? ഓക്കെ, ഈ സമയത്ത് അവിടെ പ്രിന്റ് ജെ എൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടല്ലോ, അവിടെ വരെ കൊടുക്കുന്നുള്ളൂ. അപ്പോ ഫോർ ലൂപ്പ് ഐയുടെ വാല്യൂ എടുക്കും, ജെയുടെ വാല്യൂ എടുക്കും. മനസ്സിലായോ? അറ്റ് എ ടൈമിൽ ഈ ശരിക്കും ഐ നമ്മൾ ഫസ്റ്റ് 4 കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ? ശരിക്കും അത് റെപ്രസെന്റ് ചെയ്യുന്ന റോ എന്നുള്ള പറയുന്ന ഒരു കേസിലാണ്, റോയിലാണ് ആ വാല്യൂ റെപ്രസെന്റ് ചെയ്ത് പോകുന്നത്. ക്ലിയർ? സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പൊ നമ്മൾ ഡേറ്റയെ സ്റ്റോർ ചെയ്ത് കൊടുക്കുന്നത് ഐക്കും ജെയ്ക്കും 2 ലൂപ്പുകളാണ് കൊടുക്കുന്നെങ്കിൽ ഐ എന്ന് പറയുന്ന ഒരു ഇത് ഇങ്ങനെയായിരിക്കും പോണേ. 1 2 3 ഇത് 1 0, ഇത് 1 2 3, ഇതാണ് ഐയുടെ ലൂപ്പ് പോണേ. ക്ലിയർ ആയോ? ജെയുടെ ലൂപ്പ് നോക്കിക്കോ കേട്ടോ. ജെയുടെ ലൂപ്പ് പോണത് ഇങ്ങനെയാ, 1 2 3 4 5 0 1 2 3 4 ഇങ്ങനെ പോകും. കണ്ടോ? സ്റ്റോറിങ് ആട്ടോ ഞാൻ പറയുന്നത്. ഇത് ജെയുടെ സ്റ്റോറിങ്, ഇത് ഐയുടെ സ്റ്റോറിങ്. ക്ലിയർ? അപ്പോ ഇതിന്റെ സ്റ്റോറിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പ്രിന്റ് ജെ ഇങ്ങ് കൊടുക്കുക. ഇത് കണ്ടോ, പ്രിന്റ് ജെ. അപ്പൊ പ്രിന്റ് ജെ കൊടുക്കുമ്പോ ഇപ്പൊ സപ്പോസ് ഞാൻ ഇവിടെ 0 എന്ന് കൊടുത്തേ ഉള്ളൂ. അപ്പൊ എനിക്ക് 0 1 2 3 4 ഇങ്ങനെ ഞാൻ കൊടുത്തിരിക്കുന്ന വാല്യൂ കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ വരും എനിക്ക് ഔട്ട്പുട്ട്. കണ്ടില്ലേ? അതായത് ഇത് ഐ ആണ്, ഇത് ജെ ആണ്, അത്രേ ഉള്ളൂ കാര്യം. ഇനി നമ്മൾ ഒരു പ്രിന്റിംഗ് സ്റ്റേറ്റും കൂടെ കൊടുക്കുമ്പോൾ വീണ്ടും എഗെയിൻ ഒരു ഐയും എഗെയിൻ ഒരു ജെയും കൂടെ പ്രിന്റ് ആവും. അത്രേ ഉള്ളൂ. ഇൻസൈഡ് കൊടുക്കുന്നുണ്ട് 2 ലൂപ്പുകൾ വരുമ്പോൾ ഒരു ലൂപ്പിലെ മാത്രമല്ല നമ്മൾ പ്രിന്റിംഗ് ചെയ്ത് വരിക, 2 ലൂപ്പും നമ്മൾ വർക്കാണ്. ഒരു ഇന്നർ ലൂപ്പും വർക്കാവും, ഒരു ഔട്ടർ ലൂപ്പും വർക്കിംഗ് ആയിരിക്കും. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് ഈ 4 ഔട്ട്പുട്ട് അവിടെ കാണിച്ചിരിക്കുന്നതിന് കാരണം. അത് പറഞ്ഞു എന്നുള്ളൂ. ഇനി ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന, അത് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സാധനമാണ്. ബ്രേക്ക് അതുപോലെ കണ്ടിന്യൂ, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഒരു ലൂപ്പില് നമ്മൾ ഈ ബ്രേക്കും കണ്ടിന്യൂ കൊടുക്കേണ്ട എപ്പോഴും ഒരു അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ല ബേസിക് ആയിട്ടുള്ള സാധനമാണ് ഈ 2 സാധനം എന്ന് പറയുന്നത്, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റിന് അല്ലെ ഒരു കണ്ടീഷൻ എപ്പോ എന്താണ് എക്സിക്യൂട്ട് ചെയ്ത് തീരണം, അല്ലെങ്കിൽ എപ്പോഴാണ് എക്സിറ്റ് ചെയ്യേണ്ടത്, ഈ കണ്ടീഷനിൽ വേണ്ട നമ്മൾ ബ്രേക്ക് കൊടുക്കും. അപ്പൊ ഞാനൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ഞാനൊരു റേഞ്ച് ഓഫ് വാല്യൂസിനെ പ്രിന്റ് ചെയ്യുക, 1 to 25 വാല്യൂസിനെ എനിക്ക് പ്രിന്റ് ചെയ്യണം. എനിക്ക് 24 ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എന്നിന്റെ വാല്യൂ 25 എത്തുമ്പോഴത്തേക്കും എനിക്ക് അതിനെ എന്ത് ചെയ്യണം? അവിടെ സ്റ്റോപ്പ് ചെയ്യണം, അല്ലെ? ക്ലിയർ? അപ്പൊ ഇവിടെ ഈ ഒരു സംഭവത്തില് നോർമൽ കേസിൽ നമ്മൾ ഇത്രയും
ചെയ്യുന്നുള്ളൂ. അതായത് നോർമലി എപ്പോ സ്റ്റോപ്പ് ചെയ്യണോ ആ കണ്ടീഷന്റെ ആ സ്റ്റേറ്റ്മെന്റ് കണ്ടീഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് അങ്ങ് കൊടുക്കും. ക്ലിയർ ആയല്ലോ? അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ കണ്ടീഷൻ ചെക്ക് ചെയ്തു. ആ കണ്ടീഷൻ ചെക്ക് ചെയ്ത് തീരുന്നത് എപ്പോഴാ വരെ കണ്ടീഷൻ ചെക്ക് ചെയ്യും? റേഞ്ച് 1 to 5 ചെക്ക് ചെയ്യും. എന്നിട്ട് നമ്പർ മോഡുലോ 2 ആണോ നോക്കും. മോഡുലോ 2 0 എപ്പോഴാവുന്നോ അവിടെ കൊണ്ട് അത് അതില് ആ കണ്ടീഷനിൽ അത് വർക്ക് ചെയ്യും. കണ്ടീഷൻ എപ്പോ ഫോഴ്സ് ആവുന്നോ അവിടെ വെച്ചത് ബ്രേക്ക് ചെയ്യും. മനസ്സിലായോ? എന്നിട്ട് 1 തൊട്ട് 5 വരെയുള്ള വാല്യൂ എടുക്കും. ബിക്കോസ് അതിനുശേഷം അവിടെ നോർമലി ഇത് വർക്ക് ചെയ്യും. ഓക്കെ ആണല്ലോ? ഓക്കെ, അത് ക്ലിയർ ചെയ്തൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ, കണ്ടിന്യൂ. കണ്ടിന്യൂ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? എനിക്ക് ഒരു സ്പെസിഫിക് കണ്ടീഷൻ ഒഴികെ ബാക്കി എല്ലാ കണ്ടീഷൻസിനെയും എനിക്ക് അക്സെപ്റ്റ് ചെയ്യണം, അല്ലെ? ഒരു സ്പെസിഫിക് കണ്ടീഷൻ ഒഴികെ ബാക്കി എല്ലാ ഇതിനെയും എനിക്ക് അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. ഞാൻ കണ്ടിന്യൂവിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒഴികെ ബാക്കി എല്ലാം വർക്ക് ആവും. ഇപ്പൊ 4 നമ്പർ ഇൻ റേഞ്ച് 1,5 കൊടുത്തു, കണ്ടല്ലോ? ക്ലിയർ ആയോ? ഇവിടെ നമ്മള് നമ്പർ മോഡുലോ 2 ഈക്വൽ ടു 0 ആണ് നോക്കും. അങ്ങനെയാണെങ്കിൽ ഈവൻ ആണെന്നാണ്, അല്ലെങ്കിലോ ഈവൻ അല്ലെന്നുള്ളതാണ്. ആണല്ലോ? സമ്മതിച്ചല്ലോ? അപ്പൊ നമ്മ ഈവൻ ആണെങ്കിൽ വീണ്ടും എടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ആ, അപ്പൊ അവിടെ ഇപ്പൊ ഫസ്റ്റ് ഞാൻ കൊടുക്കുന്ന നമ്പർ എനിക്ക് 1 ആ. 1 മോഡുലോ 2 എടുക്കും. 1 മോഡുലോ 2 എടുത്താൽ എനിക്ക് എന്തായിരിക്കും ആൻസർ? ദാറ്റ് ഈസ് മോഡുലോ 1 2 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 ആണോ റിമൈൻഡർ? അല്ലല്ലോ? ആണോ? അല്ല. അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്യും? അത് നമ്മ ഈസ് ഈവൻ ആണോ അവിടെ വരിക? നമുക്ക് ഇല്ല. ആ കണ്ടീഷനിൽ എനിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്യും. മനസ്സിലായോ? ആ കണ്ടീഷൻ എപ്പോൾ 0 ആകുന്നോ അവിടെ നമുക്ക് നം ഈക്വൽ ടു ഈവൻ പ്രിന്റ് ചെയ്യും. അല്ലാത്ത കേസിൽ അത് കണ്ടിന്യൂ ചെയ്യും. കണ്ടല്ലോ? ഇനി അത് കഴിഞ്ഞു, കണ്ടിന്യൂ ചെയ്തു. കണ്ടിന്യൂ ചെയ്ത് നമ്പർ 2 ആയി. 2 മോഡുലോ 2 നോക്കും. അത് 0 ആണ്. അപ്പൊ നമുക്ക് നം ഈസ് ഈവൻ എന്ന് പ്രിന്റ് ആവും, അല്ലെങ്കിൽ 2 ഈസ് ഈവൻ. വീണ്ടും കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് നം 3 ആയി. 3 മോഡുലോ 2 എടുത്തു. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്പർ ഈസ് 3 എന്ന് പ്രിന്റ് ആവും. അത്രേ ഉള്ളൂ. കണ്ടിന്യൂ ചെയ്യും, നമ്പർ ഈസ് 3 എന്ന് പ്രിന്റ് ആവും. മേലത്തെ കണ്ടീഷൻ അല്ല, ഈവൻ അല്ലാത്തതുകൊണ്ട്. അപ്പൊ ഈവൻ അല്ലാത്ത കണ്ടീഷനും കൊടുക്കണം, ഈവൻ ആകുമ്പോൾ ഉള്ള സിറ്റുവേഷൻ കൊടുക്കണം. ഇതിനിടയിലായിരിക്കണം കണ്ടിന്യൂ കൊടുക്കേണ്ടത്. കാരണം പിന്നീട് കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയോ? കണ്ടീഷൻ ചെക്ക് ചെയ്ത് നമ്മൾ ആ നമ്മിനെ പ്രിന്റ് ചെയ്യിക്കുക. നമ്മിനെ പ്രിന്റ് ചെയ്യിച്ച് കഴിഞ്ഞേ കണ്ടിന്യൂ കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? കാരണം ഈവൻ ആണെങ്കിൽ അവിടെ പിന്നെയും കണ്ടിന്യൂ ചെയ്യണം. മനസ്സിലായല്ലോ? ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലെ? ആ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി പാസ് സ്റ്റേറ്റ്മെന്റ് എന്തിനു വേണ്ടിയാ? അതായത് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം. പാസ് പറയാവോ? സ്റ്റോപ്പ് ചെയ്യണം. പാസ് ജസ്റ്റ് പാസിങ്. അതായത് സമയം ഇപ്പൊ തൊട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ പ്രോഗ്രാം തന്നെ നമ്മൾ പാസിൽ യൂസ് ചെയ്ത് നോക്കി. പറയാവോ അതിന്റെ റിസൾട്ട് ഉണ്ടായിരുന്നു? എന്താണ് അവിടെ കാണിച്ചിരിക്കുന്നത്? തൊട്ട് മുമ്പ് ചെയ്ത പ്രോഗ്രാം ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയാമോ? പാസും കണ്ടിന്യൂ തമ്മിലുള്ള ഡിഫറൻസ്. അത് ഈ പ്രോഗ്രാം ഒന്ന് നോക്കാം. മറ്റേതിപ്പോ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഇതിൽ എന്താണ് ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്? ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു കണ്ടീഷൻസിനെ ചെക്ക് ചെയ്യുന്നതിനപ്പുറം പാസ് ആൻഡ് കണ്ടിന്യൂ പല ടൈംസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നത് പ്രോഗ്രാമിൽ. എന്തായിരിക്കും ഇതിന്റെ ഇത്?
പറയാവോ? മറ്റേ ഈവൻ അല്ലെങ്കിലും പിന്നെയും നോക്കി അടുത്ത് നോക്കുമായിരുന്നു, ബട്ട് ഇവിടെ നോക്കത്തില്ലേ? ആ, അതായത് ഈ സംഭവമുള്ളൂ ഇതിനകത്ത്. അതായത് നമ്പർ മോഡിലോ 2 ആണ് നോക്കും. ആണെങ്കിൽ നമ്പറിനെ പ്രിന്റ് ചെയ്യിക്കുള്ളൂ, അല്ലെങ്കിൽ അവിടെ പാസ് ചെയ്യണ്ടേ. അപ്പൊ അവിടെ ഈവൻ അത് ഇതില് നോർമൽ കേസില് ഇതില് രണ്ട് ഔട്ട്പുട്ട് നോക്കുമ്പോൾ അതേന്ന് കണ്ടോ, രണ്ടിനെ ഔട്ട്പുട്ട് നാം വേറെ നോക്കി. ഇവിടെ നിട്ടോ സോറി, നോക്കി എന്താ വ്യത്യാസം ഇത് രണ്ടും തമ്മില്? മറ്റേ ഈവൻ മാത്രമേ പ്രിന്റ് ചെയ്യത്തുള്ളൂ. ഈവൻ മാത്രമേ, ആ മറ്റേത് ഈവൻ മാത്രമല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ. നമ്പർ ഓൾറെഡി എടുക്കുന്ന നമ്പർ അവിടെ വരുന്നുണ്ട്, അതിൽ ഏതാണ് ഈവനും എടുക്കുന്നുണ്ട്. ഇവിടെ നമ്പർ എടുക്കുന്നുണ്ട്, ഈവൻ ആണ് നോക്കുന്നുണ്ട്. നമ്പർ ഈസ് ഈവൻ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്പർ ഈസ് 3 ആണെങ്കിൽ പിന്നെ അത് 3 കഴിഞ്ഞിട്ട് 4 എടുക്കുന്ന അങ്ങനെ അങ്ങനെ. ശരിക്കും ഇത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ പാസ് ചെയ്യുമ്പോൾ, ഈ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ, കണ്ടിന്യൂവിൽ ആ പെർട്ടിക്കുലർ കണ്ടീഷനെ ആക്സസ് ചെയ്യത്തില്ല. മനസ്സിലായോ? ഏത് കണ്ടീഷനാണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അത് ട്രൂ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ സിറ്റുവേഷനിലുള്ളത് എന്താണോ അതിന് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആക്സസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇത് കാണത്തില്ല. മനസ്സിലായില്ലേ? പിന്നെ അവിടെ കണ്ടോ തൊട്ട് 2 ഈസ് ഈവൻ എന്ന് കഴിഞ്ഞു. ആ ഈവൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെക്ക് ചെയ്യേണ്ട നമ്പർ 3 അല്ലേ? നമ്പർ ഈസ് 3 എന്നുള്ളതാണ്. പിന്നെ അവിടെ വെച്ച് നമ്മൾ പാസ് ചെയ്യുന്നതുകൊണ്ട്, അല്ല സോറി, കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ ആ നമ്പർ ഏതാണെന്ന് നമുക്ക് പ്രിന്റ് ചെയ്ത് വരാത്തത്. ശരിക്കും ഒരു കാര്യം നമ്മൾ പറയുവാണെങ്കിൽ ശരിക്കും എന്താണ് നോർമൽ കേസിൽ സ്റ്റേറ്റ്മെന്റ് എന്താണ് രണ്ടും പാസും കണ്ടിന്യൂവും തമ്മിലുള്ള ഒരു ഇതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാം. ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻസിനെ അക്സെപ്റ്റ് ചെയ്യാത്തതാണ് കണ്ടിന്യൂ, മറ്റേത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് പാസ്. മനസ്സിലായോ? എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരേ സിറ്റുവേഷൻ സെയിം ആയിരുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? ഇത്രയും. ഇനി അടുത്തത് നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ ആണ്. ഇതിൽ നമ്മൾ പറയുന്നത് ഈ ഇറേഴ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പെർട്ടിക്കുലർ ടെക്നിക്കാണ് ശരിക്കും ഇത്. ഓക്കെ, സപ്പോസ് നമ്മളിപ്പം സിമ്പിൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ A10 എന്ന് അസൈൻ ചെയ്തു, B0 എന്ന് അസൈൻ ചെയ്തു, പ്രിന്റ് A/B കൊടുക്കുക അല്ലെ? ഈ A/B കൊടുക്കുമ്പോൾ മസ്റ്റ് ആണ് സീറോ ഡിവിഷൻ എറർ എന്ന് പറയുന്ന ഒരു സാധനം വരും. ഓക്കെ, എന്തുകൊണ്ടാ? കണ്ടീഷൻ ഇവിടെ ഫോൾസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻ ശരിയല്ല. ഈ 0 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമുക്ക് അവിടെ സീറോ ഡിവിഷൻ എറർ എന്ന് കൊടുക്കും. ആണല്ലോ? ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതിനെ ഇങ്ങനെയുള്ള സാധനത്തിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത സീറോ ഡിവിഷൻ എറർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു കേസ് ആണ് എന്ന് പറഞ്ഞ ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ. ഓക്കെ, അതില് ഈ നമ്മൾ കൊടുക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നോർമൽ കേസിൽ നമ്മൾ ഒരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുന്നു, അതിനുശേഷം ബിയുടെ വാല്യൂ നമ്മൾ ഇത് കണ്ടോ കൊടുക്കുന്നു, കണ്ടല്ലോ, 0 ആയിട്ട് അസൈൻ ചെയ്യുന്നു. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് എന്താ, അതൊരു കണ്ടീഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുക, B 0-നേക്കാളും ഗ്രേറ്റർ ആണോ. ആണെങ്കിൽ A/Bയുടെ വാല്യൂ 0-നേക്കാളും ഗ്രേറ്റർ ആണ്. രണ്ട് കണ്ടീഷനാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഒന്ന് B > 0 ആവണം, അതുപോലെ തന്നെ A/Bയുടെ വാല്യൂ > 0 ആണ്. എങ്കിൽ മാത്രമേ പ്രിന്റ് A/B കൊടുക്കാവുള്ളൂ. ക്ലിയർ? അത്രേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ അല്ലെ? അപ്പൊ ഈ കണ്ടീഷനിലാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ആ എററിനെ അവോയ്ഡ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ എററിനെ അവോയ്ഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ പെർട്ടിക്കുലർ കണ്ടീഷൻ ആയിട്ട് നമ്മൾ പറയാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്. അപ്പൊ ഇത് ശരിക്കും ഒരു നമ്മൾ പറയില്ലേ, എററിനെ അവോയ്ഡ് ചെയ്ത് നമ്മൾ തന്നെ ഇവാലുവേറ്റ് ചെയ്ത്, ഇപ്പൊ ഈ ഒരു കേസിൽ സീറോ ഡിവിഷൻ കണ്ടീഷൻ കൊടുത്താലും നമുക്ക് പെർട്ടിക്കുലർ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. അപ്പൊ അവിടെ A/B ഒന്നും ഇല്ലായിരിക്കും. ഇനി ഇതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് അതിനെ ഇപ്പൊ ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ കൺഫേംഡ് ബിക്കോസ് ദാറ്റ്സ് നോട്ട്
പെർഫോം ദ ഓപ്പറേഷൻ എന്നോ എന്ത് വേണേലും നമുക്ക് കൊടുക്കാം. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇഫ് കണ്ടീഷന്റെ താഴെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് താഴെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ പ്രിന്റ് കൊടുത്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നവർക്കും ഇവിടെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പൊ ആ സീറോ ഡിവിഷൻ എററിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ അല്ലേ? യെസ് മിസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ അത് ക്ലിയർ ചെയ്തൊന്ന് ഓർത്തിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അന്ന് ഇതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. ബാക്കിയുള്ള നെക്സ്റ്റ് ഡേ നോക്കാം. ഓക്കെ, ശരി, ഓക്കെ മിസ്. ഓക്കെ, ബൈ.